പിടിച്ചോ. ആ കെട്ടിയൻ ഇത് കാണല്ലേ, മുറുക്കാനും തുപ്പിക്കൊണ്ട് വന്നിരിക്കുക കളയി. പോകാൻ പറ്റില്ല അടുത്തോട്ട്. സെൻട്രീനെ വന്നാൽ അടുത്തോട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാനി 3 ആയിട്ടാണ് ഗൈസ്. നമ്മൾ ഗ്രാനി 3 ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ഹോട്ട് എയർ ബലൂൺ എസ്കേപ്പ് ഗൈസ്. നമ്മുടെ അപ്പാപ്പൻ്റെ തറവാട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കണ്ട മരുമകൻ കൊടുത്ത ക്യാമറയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളെന്തായാലും എന്തായിരുന്നു വീഡിയോ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് എടുത്തോളെന്ന് പറഞ്ഞ്. പിന്നെ ഇപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു കളിക്കണമെന്നൊരു ദ്വര. ആ ദ്വര വന്നപ്പോൾ ഞാൻ കളിച്ചു ഗൈസ്. ഇതുമായി ഇപ്പോൾ രാത്രി 26. ഇവിടെ ഇരുട്ടായി, വീട്ടിൽ ആരുമില്ല, ആ പാട് അമ്മയുണ്ട്. സോ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ സ്ലെൻഡറിനെ കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നതാണ്. നിങ്ങളൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രയും ചെയ്താൽ മതി ഗൈസ്. ഹൈപ്പ് ചെയ്യാവുന്നത് നമ്മുടെ ചാനൽ അത്ര ആയിട്ടില്ല ഗൈസ്. ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെയും അടിക്കാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. നിങ്ങളൊരു സബ് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് നിങ്ങളൊരു സപ്പോർട്ട് പോലും ചെയ്തില്ല. 15 വ്യൂസ്. നിങ്ങളൊക്കെ എന്തു ഗൈസ് കളക്കളാവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരുന്ന ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മേലെ ഐക്കാർഡിലോ ലിങ്ക് കൊടുത്തേക്കാം ഗൈസ്. നിങ്ങൾ ആ വീഡിയോ കൂടി കയറി കാണുമെന്ന് എനിക്കൊന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. അയ്യോ, അപ്പാവൻ നമ്മൾ പൂശിയല്ലേ വൈദ്യുതി, ഞാൻ കണ്ടില്ല ഗൈസ്. അത് എന്താവും എന്തോ, എങ്ങനെയും എസ്കേപ്പ് ആവാൻ നോക്കണം ഗൈസ്. ഇയർഫോണിൻ്റെ ചാർജ് കിടന്നു ഗൈസ്. തേങ്ങ എപ്പോഴും ഉള്ള പണിയാണ് നമുക്കപ്പം. നൈസ് കിളവൻ കയറി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. ആരും ഇവിടെ എന്തെങ്കിലും കാണണേ ഗൈസ്. അല്ല വേണ്ട, അത് അതൊക്കെ നമുക്ക് എന്തായാലും കിട്ടിക്കോളും ഗൈസ്. അപ്പം മറ്റേ സ്ഥലത്ത് പോയി കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എല്ലായിടത്തും അയച്ചു പറക്കണം, വല്ലതൊക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇവിടെ വിറകൊക്കെ ഇരിപ്പുണ്ട്. വിറകൊന്നും എനിക്ക് വേണ്ട ബ്രോ. എല്ലാത്തിനും എനിക്ക് വിറകൊക്കെ തിന്നിട്ട് അങ്ങനെ വയ്യേ. ആവശ്യമില്ലാത്ത എല്ലാ സാധനവും കൊണ്ട് തന്നേക്കും. ഹോട്ട് എയർ ബലൂണിൻ്റെ പാർട്ട് 1 കിട്ടി ഗൈസ്. എനിക്ക് ഈ സാധനം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പെണ്ണുമ്പിള്ളേ, ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണുമ്പിള്ള എങ്ങനെ എടുത്തിട്ട് ഒന്നാമത് എടുത്തു. എനിക്ക് ഒന്നാമത് ഏറ്റവും വേദന സാധനം. ഇവിടെയുള്ളവരൊക്കെ തുണിയെടുക്കാൻ പോയിരിക്കുക. പഠിക്കോ, ആ കള്ളക്കളവിൻ്റെ പുറകെ കാണും ഗൈസ്. കണ്ട ഇവിടെ ഇടാൻ ഗൈസ്. ഫയർ എക്സ്റ്റിങ്യൂഷനർ എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. വെപ്പനിക്ക് ഏടാ മോനെ. കിളവൻ തീർന്നു ഗൈസ്. പന കിളവൻ എപ്പോൾ നോക്കിയാലും ആ തോക്ക് കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഗൈസ് ഇവിടെ ഇച്ചിരി ഒളിച്ചിരിക്കുക ഗൈസ്, അതേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ കിളവൻ എന്നെ തട്ടും. നിങ്ങൾക്ക് ഹൊറർ ഗെയിം കൂടി ഇഷ്ടമായതുകൊണ്ട് നിങ്ങളിത് മിക്കവാറും കാണും, ലൈക്ക് അടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എത്തിക്കല് ഗൈസ്. അത്ര എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ നിങ്ങളോട്. കളക്കളവൻ്റെ ഇവിടെ ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്ലെൻഡറീനയുടെ തേങ്ങാക്കൊല അടിക്കാൻ കലക്കിഞ്ഞ് ഓക്കെ. ഇന്നെന്തുവാടാ ശരിക്ക് കല്ലാണ് ഇവിടുന്ന് കിട്ടിയേ ഗൈസ്. ഇവിടെ വീണ സാധനം എനിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയായിരുന്നു ഗൈസ്. ആ വീഡിയോ ഇട്ടില്ല ഗൈസ്. ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. അതൊരു ഫയർ എക്സ്റ്റിങ്യൂഷർ കൊണ്ട് വെച്ചത് ഇതിൻ്റെ മേളിലാണ്. ഇത് അടുത്തത് ഇതൊക്കെയാണ് ഏതടെ മനസ്സിലായി ഗൈസ്. അതൊക്കെ ഒരു കണ്ണുമ്പോളേ ഞങ്ങൾ ഗ്രാനെ കളവിയായിരിക്കുന്നു. കളയാം ഗൈസ്. കളവി വന്നു കാണുമെന്ന് എനിക്കറിയാം. ആ കെട്ടിയാൽ മാത്രം വരായിരുന്നു അതിൻ്റെ.
അവൻ കിടന്ന് ഉറങ്ങുമായിരിക്കണേ അല്ല. വാ മോൻ. കണ്ടോ ഇന്നാ പിടിച്ചോ. ഒന്നുകൂടിയാണ് നക്ഷത്രം കിടക്കണ കണ്ട. ആ കെട്ടിയാണ് ഇത് കാണല്ലേ. മുറുക്കാനും തുപ്പിക്കൊണ്ട് വന്നിരിക്കുക കളയി. പോവാൻ പറ്റില്ല. അടുത്തോട്ട് സെൻട്രീന്ന് വന്ന മുട്ടജിക്ക് തോരനുണ്ടാക്കി ഞാൻ വീട്ട്. എനിക്ക് ഇതുപോലെ ഇൻവിറ്റേഷൻ അടിക്കുന്ന വേറെ ഒന്നില്ല. പതിയെ നമുക്ക് മേലോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ലിംഗ് ഷോട്ടും ഒരു കല്ലും കൂടി എനിക്ക് ഒപ്പിക്കണം ഗൈസ്. പേടിപ്പിച്ച് കൊല്ലാനായിട്ട് ആ സെൻട്രീനോട് വലമൊക്കെ അടിച്ച് കിടക്കുന്ന സമയം ഗൈസ്. ഓടാ കളവാ ഈ പന്ന കിളവിയും കിളവിനെ. കൂടുതൽ എനിക്കിട്ടുണ്ടാക്കല്ലേ ആ കള്ള കിളവനാണ്. എനിക്കറിയാം കള്ളക്കളവൻ എൻ്റെ വീട്ടിൽ ഞാൻ വരാം. എനിക്ക് എണ്ണപ്പോൾ തന്നെ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയി അത്രയും പ്രോഗ്രസ് ഉണ്ടാക്കി ഞാനാ. കല്ല് വേണ്ടപ്പോൾ ഒരു കല്ലില്ല. ഇപ്പം ചുറ്റിനും കല്ല. നമ്മൾ പണ്ടത്തെ ഫ്രീ ഫയർ പ്രോയ കൈസ് അറിയാമല്ലോ. കിളവൊക്കെ അടിച്ച് ചോടുക്കന്നാടാ മോനെ. കോയിലുണ്ട് അതിൻ്റെ അപ്പൂപ്പനെ കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ നീ പറ. പേടിപ്പിക്കാനായിട്ട് മോനെ കളവാ മാറാ. കിളവനെ ചന്തി നോക്കിയാൽ പൊട്ടിച്ചാലോ. അല്ല വളരെ ചെല്ലു പഠിക്കോ. നേരെ അടിപ്പോയി സാധനം പൊട്ടിക്കുക, ക്രോബാർ എടുക്കുക, വരിക. തേങ്ങ അതിന് മുമ്പ് കല്ലെടുക്കട്ടെ. കല്ലെടുത്തിലേക്ക് കളഞ്ഞ എന്നെ പൂശു. 100% ഓഫല്ലേ ഈ കിടക്കുന്ന ഈ കല്ല്. ഞാൻ ഇത് നോക്കാതെ അങ്ങോട്ട് നേരെ പലവടന്മാരുടെ ഇടയിലേക്ക് കയറിയാണ്. നമ്മൾ കാറിൻ്റെ ഡിക്കിയിൽ നോക്കിയായിരുന്നേ. ഇവിടെ പ്ലാന്റ് ഒക്കെ കിട്ടണ്ടാണ്. എവിടെയത് പിന്നെ എവിടെയാണെന്ന് പോലും ഞാൻ കണ്ടില്ല. വെറുതെ വന്നിട്ട് വെടിച്ചിട്ട് നമ്മൾ കളി നടക്കണമെങ്കിൽ ദൈവമൊന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല. എൻ്റെ പൊന്നാ ഓടിയേ നൈസായിട്ട് എങ്ങനെയാലും ആ ക്രോബാറല്ലേ അടി കിടക്കണം. കുറേ നേരമായിട്ട് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട്. തേങ്ങ എവിടെ? തേങ്ങ കിട്ടി ഓടിക്കോ തേക്കിയോ അല്ലെ കോയിനാണ് എനിക്ക് വേണ്ടത്. മെയിനായിട്ട് കല്ല് കിട്ടി. തേങ്ങ വെച്ച് കല്ലെടുത്ത് എന്തോ തേങ്ങ ഇടാത്ത ഞാൻ പറഞ്ഞില്ലേ സേഫ്റ്റി ആണെങ്കിൽ എനിക്ക് മതിയെന്ന്. സേഫ്റ്റി കിട്ടി. ഇതെന്ത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് മേലോട്ട് തന്നെ കൊണ്ടുവരും. പിന്നെ മേളിൽ വല്ലതൊക്കെ ഉണ്ടോ? ഇതേക്ക് ചട്ടി അവിടെ കിടപ്പുണ്ട്. ഇനി അടിവരെ പോയിട്ട് വരണം. ഇത് വല്ല പസിൽ തന്നെ കൊള്ളായിരുന്നു. ഉണ്ടല്ലോ ഈ പിള്ളേരെടുക്കാൻ പറ്റില്ല. ആ കളർ എടുക്കുന്നേ പറ്റില്ല. ഇത് കളിക്കാൻ സ്പൈഡർമാൻ ചാടുന്ന പുറകോട്ട് നോക്കിയിട്ട് പുറകോട്ടേ അറിയാം. മുന്നോട്ട് നോക്കുക പുറകോട്ടേ അറിയാം. സ്പൈഡർമാൻ്റെ ഒരു ഗെയിമുണ്ട്. നമുക്ക് കളിക്കാൻ ഇതാണ് നമ്മൾ കളിക്കും. ഇതാ ഗെയിമായി ശിശയോ
ഇതെന്ത് തേങ്ങ കോയി മെച്ച് യൂസ് ഉണ്ടോ? ഓല്ലേ മുത്തേ എന്തോട്ട് നമ്മളെ വിലക്ക് ഇത്ര ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാണുന്നുള്ളൂ. ഇവിടേക്ക് എന്തോ ഉണ്ടായിരുന്നില്ല. ട്രെയിൻ എസ്കേപ്പിന് വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണം ട്രെയിൻ എസ്കേപ്പ് ചെയ്യാമല്ലോ. എല്ലാം ആയി, ആക്സിഡൻ്റായി. നമുക്ക് ഇനി ചെയ്യേണ്ടത് കപ്പപ്പനെയും അമ്മൂമ്മേനെ ഉറക്കുക എന്നുള്ളതാണ്. ചേട്ടൻ്റെ കാലിൻ്റെ ഇടയിലായി സ്ക്രീൻ ഷോട്ട്. ഇനി രണ്ടാമത്തെ ഉറക്കുന്നത്. ഹായ്, you want to play hide and seek? You again? അത് നമുക്ക് എന്തെങ്കിലും ചെയ്താലേ ശരിയാത്തുള്ളൂ. അറിയാമല്ലോ, ചക്കളയും ഓടിക്കണം. സോറി ബ്രോ, ഐ വാണ്ട് ടു ഡു ദിസ്. കളക്കാക്ക, അയ്യോ ഷോട്ട് ഗണ്ണേ പോയി. ഷെഡിൻ്റെ മേലെ എങ്ങനെ പോയി കിടന്നോ തേഞ്ഞ്. ഇതൊന്നും പറയില്ല. അയ്യോ ഇങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ടേ. നമ്മളെപ്പോഴും ടെക്നോളജി വരായിട്ട് പിന്നെ അതേ അടക്കുന്ന ടെക്നോളജിയാണ്. ഇനി അടിക്കാൻ പോകാം. പ്ലീസ്, ഇവിടെ കല്ല് കിടപ്പുണ്ട്. കളവൻ്റെ കണ്ണെടുത്ത് പൊട്ടിക്കേണ്ട വരും. ശരിക്കും കേസ് ടെഡി വെറിഞ്ഞ കേസ് എല്ലാം ആയി പോയി. എൻ്റെ നെഞ്ച് വാടി 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 കിളവി വാടി. എന്തോട്ടേ അവളെ അങ്ങോട്ട് നോക്കുന്ന. ഒന്നാമത് എനിക്കിവിടെ കളി കയറിയിരിക്കണം. അപ്പോഴത്തേക്കും അവൻ്റെ ഇറങ്ങി. കിളവിനെയൊക്കെ പൊളിച്ചിട്ടിരിക്കേ. എന്താ നാലങ്ങോട്ടല്ലോ. ടെഡീനെ മേടിക്കട്ടെ. ആ ക്രാങ്ക് വീലോ ഇട്ടിരുന്ന കൊള്ളായിരുന്നു കേസ്. തേങ്ങ ഇതിലും വരെ നമ്മൾ കുനിഞ്ഞിറങ്ങണം കേസ്. ഹൈ, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ചിരിക്കണം. പിന്നെ ഇത്ര മേടിക്കാൻ പോരാന്നിട്ട് ഒരു സാഡിട്ടു. പാഡിലോക്കെ അല്ലേ ഈ ഇടയിൽ കടന്നത്. ഇവിടെ എന്തായിരുന്നു കേസ് കടന്നത്? ഞാൻ മറന്നുപോയി. എന്തായാലും ആയിട്ട് എന്തായാലും ഇത് നമുക്ക് എൻ്റെ എല്ലാ സമയത്തും കിടപ്പുണ്ട്. അടിയിൽ പോയി കൊണ്ടുപോകല്ലേ. അവിടെ എന്തോ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രീൻഷോട്ട് കിട്ടിയ ഇനി ഒറ്റ മേടിക്കും. നേരെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. പൈസ അയ്യോ ഞാനെന്തിനാ മേടിക്കുന്നു. കളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഇവിടെ നേരെ അങ്ങോട്ട് എടുത്ത് ആടിയാൽ പോരെ. അത്ര പാടും തിരിക്കുന്നു. ഒരു കല്ല്, 2 കല്ല് വേണമല്ലേ. എങ്ങനെ ഒന്നെടുത്ത് മിസ്സായെന്നാൽ പിന്നെ വീണ്ടും പോയി തീർക്കണമെങ്കിൽ ഒരു കല്ല് വേണം. എനിക്കിത് ആ സാധനം മാത്രം കിട്ടിയാൽ മതി. കള്ളപ്പന്നി. അയ്യോ അത് മാത്രം പോരെ. ഈ സ്നാക്സിനായിട്ട് എൻ്റെ വേറെ ആൾക്കാരെ കൂടെ കൊടുക്കാം. കള്ളപ്പന്നി ഓടിക്കോ. കം ഫാസ്റ്റ്. ഒന്നേ ഒന്ന് എടുക്കണോ. ഇവിടെ വന്ന് നമുക്ക് അതിൻ്റെ മേളിൽ കയറി എന്നാലും പോരെ. നമ്മൾ 2 കാലും, ഒരു കാലം ഇവിടെ വെച്ച, ഒരു കാലം ഇവിടെയും വെച്ചെന്നാൽ വണ്ടൻ. അയ്യോ
കണ്ട അപ്പൂപ്പൻ്റെ മൂക്കടിച്ച് ഇളക്കി. എനിക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്തേക്കാം അല്ലേ? ഇതല്ല ഇവിടെ കയറുക. ഇതെന്തിന്? എനിക്ക് ഇറങ്ങണം. ഞാൻ കുടുങ്ങി. ഇതല്ല ഇതെടുക്കുക, ഇതിനെ മേളിൽ വെക്കുക. ഇത്ര സെറ്റാണ് കേസ്. ഇനി ഈ പ്രോപ്പിലേക്ക് വേണ്ട അവിടെ ഇരിക്കുന്നുണ്ട്. കിട്ടണ്ടെല്ലാം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആ പാഡ്ലോക്ക് വർക്കായിട്ടൊരു വാൽവ് മാത്രം കിട്ടിയാൽ മതി. മിക്കവാറും എനിക്ക് വാൽവ അല്ലെ മാച്ചസ് കിട്ടണം കേസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. എല്ലോ നമ്മൾ അടിയിലിടാൻ വന്നിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പോകാൻ പോയ ഇടിച്ച് മേടിച്ച് ആ കളവനെയും കൂടി ഉറക്കായിരുന്നു. അപ്പം റിസ്ക് എടുത്താലേ പറ്റും. കിണ്ടി ഇതെന്തുണ്ടാക്കാൻ എനിക്കുണ്ടാക്കി തന്നിരിക്കുന്നുണ്ട്. അയാളെ ഹണീനെ ഞാൻ കാണിച്ചു കൊടുക്കാമല്ലോ. കണ്ടെങ്കിൽ മാറി ഞാൻ പറയുന്നില്ല. ഒന്ന് വാടാ എന്തല്ലേ പിന്നെ ആമ പോലും നിരകത്തില്ല ഈ ചിത്രയും. അങ്ങ് പോവാതോ കണ്ട മതിയാ? ചിത്രം കണ്ട മതിയാ? സ്പോണായതിൻ്റെ തലമണ്ടേ തന്നെയാണല്ലേ കളയും. വിനിക്രാങ്ങി കിട്ടിയ ആ വാൽവ് മാത്രം ഏതിടയെ കൊണ്ട് വെച്ചിരിക്കുകയെന്ന് എനിക്കറിയത്തില്ലേ. അതേ പോന്ന് ഇങ്ങനെ വയ്യേ പൊടികളയും പറഞ്ഞു കൊടുക്കില്ല. നിന്നെയൊന്നും അല്ല നിൻ്റെ അപ്പൂപ്പനെയും കൊല്ലുന്നു. ഇനിയും കിട്ടാൻ കിടക്കുന്നു ഈ രണ്ട് സാധനം. കോപ്പിയായിട്ട് അവിടെ നിന്നൊന്നുമില്ല. ഇത് ഭയങ്കര വെയിറ്റ് ആണല്ലോ എൻ്റെ പൊന്നോ. കണ്ടെങ്കിൽ വലിയ കാര്യമായി. ഇതൊരു വാൽവിന് വേണ്ടിയിട്ടായി ഈ കളിക്കുന്ന നടന്ന് ഫുള്ള് മാച്ചസ്. ഞാകപ്പാടൊരു വാൽവ് കിണ്ടി ഏതിടയിലാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ വാൽവൊന്ന് കണ്ടുപിടിക്കട്ടെ. വാൽവ് തേണ്ടിരിക്കും. നമ്മളിത് കണ്ടിട്ടാണ് പോയത്. എന്നിട്ട് നമ്മൾ ഈ പൊട്ടത്തം കാണിച്ച് എന്തോ ആണോ എന്തോ. അങ്ങനെ നമ്മൾ ഫൈനലി എസ്കേപ്പ് ആകാൻ പോവാണ് ഇവിടുന്ന്. എനിക്ക് കിളവിനെയും ഒന്നുകൂടി പൂശണമെന്നുണ്ട്. പൂശിയിട്ടേ ഞാൻ പോത്തുള്ളൂ. എന്നെ കുറേ ഇട്ട് അവന്മാരുണ്ടാക്കിയെന്നാ കണ്ട് പറഞ്ഞേക്കുന്നത് അറിഞ്ഞേ. അവൻ്റെയൊക്കെ കിണങ്ങാണ് അടിക്കാൻ കലക്കിയിട്ടേ ഞാൻ പോത്തുള്ളൂ. ഈ മാച്ച് സ്റ്റിക്ക് വെച്ച് കത്തിച്ചെന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കയറല്ലേ കേരളത്തിലിപ്പോൾ ഒരു സംഭവം കാണിച്ചേട്ടെ. വാ കുടുങ്ങി കിളവൻ്റെ ഷോട്ട് ഗൺ മുതൽ തന്നോട് ഞാൻ ഓങ്ങി വെച്ചതല്ലടാ മോനെ. എന്നെ ആ കാറിലിട്ട് പടക്കത്തിരി അതിച്ച് പൊട്ടിച്ച തന്നെ എങ്ങനെ പോവല്ലേ.
സ്ലെൻഡറിനും ഉണ്ടായിരുന്നു. അത്രയും പാടില്ല. എന്നിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോഴത്തേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.